ആദ്യം നമുക്ക് 50 എറിഞ്ഞ് നോക്കാം. അതില്ലെങ്കിൽ ഒരു 50 കൂടെ കൊടുക്കാം അല്ലേ? അങ്ങനെ നമ്മൾ ബോർഡർ 50 രൂപ കൊടുത്ത് പാസ്സായിരിക്കുകയാണ്. സാധാരണ 100 രൂപയാണ് നമ്മൾ ഇത്രയും നാളും കൊടുത്തുകൊണ്ടിരുന്നത്. ചെറിയ ട്രിക്ക് ഇറക്കിയതാണ്. കാര്യം അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. അപ്പൊ അതിൽ നിന്ന് വൻ ലാഭങ്ങൾ നമ്മൾ കൊയ്യുകയാണ്. അതായത് ഇവര് പൈസ മേടിച്ചിട്ട് നോക്കത്തില്ല, എത്ര രൂപയാണ് തന്നതെന്ന് നോക്കത്തില്ല. പൈസ മേടിക്കുന്നു, അതേപോലെ തന്നെ നേരെ പാക്കറ്റിനകത്തോട്ട് കൊണ്ടുപോവുക ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര രൂപയാണെന്ന് നോക്കത്തില്ല. നമ്മൾ എത്ര കൊടുത്താലും അവർ വാങ്ങും. നമ്മൾ 100 കൊടുത്താലും വാങ്ങും, 200 കൊടുത്താലും വാങ്ങും, 50 രൂപ കൊടുത്താലും വാങ്ങും. വേണമെങ്കിൽ 20 രൂപ ആണെങ്കിൽ മടക്കി വെച്ച് കൊടുത്ത് നോക്കാം അല്ലേ? പിന്നെ എത്ര? 100 രൂപ. 100 രൂപ കൊടുക്കണം, ഉറപ്പാണ്. ആസാമിൽ നിന്ന് നമ്മൾ വെസ്റ്റ് ബംഗാൾ കയറിയപ്പോഴത്തേക്കും ആസാം ബോർഡറിൽ നമ്മൾ 50 കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 100 മീറ്റർ 200 മീറ്റർ കഴിയുമ്പോഴത്തേക്കും വെസ്റ്റ് ബംഗാൾ ബോർഡർ അല്ലേ? ബോർഡർ അല്ല, ഒരു ഇത് കിട്ടും, ചെക്ക് പോസ്റ്റ് ബോർഡർ. ഓക്കെ, അവിടെ നമ്മൾ 100 രൂപ കൊടുത്തു. അതെന്താ വ്യത്യാസം? അത് 100 ഉണ്ടെങ്കിൽ ഇവിടെ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ മറ്റേ ഐഡിയ നടക്കൂല, അത് നോക്കി തന്നെ മേടിക്കുന്ന. ഓടി വന്ന് ചോദിക്കുന്ന കേട്ടോ, എത്ര തന്നേന്ന് ചോദിച്ചു. അതെ അതെ. ഓക്കെ, ഇത് ബോർഡറിലുള്ള വേ ബ്രിഡ്ജ് ആണല്ലേ? ഓവർ റോഡ് കൊണ്ടുപോകണമെന്ന് അറിയാൻ വേണ്ടിട്ട് വെസ്റ്റ് ബംഗാളിലുള്ള ചെക്ക് പോസ്റ്റും വേ ബ്രിഡ്ജും ആണല്ലേ? ഇവിടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ വെസ്റ്റ് ബംഗാളിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. ഓവർ ആണെങ്കിൽ ഫൈൻ അടിക്കും.